Hello students, welcome to Banking and Insurance class. Today we are going to study Basel norms. Basel norms. ഇപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചെന്തായിരുന്നു? NPS ആയിരുന്നു അല്ലെ? NPS മൗണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഒരു ഫെയിലിയർ ബാങ്കിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം അതാന്നൊക്കെ നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ ബാങ്കിങ് സെക്ടർ റിഫോംസിൽ കുറേ റിഫോംസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു ടു സ്ട്രെങ്തനിങ് ദി ബാങ്കിങ് സെക്ടർ അല്ലെ? ബാങ്കിങ് സെക്ടറിനെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യണം, അതിനുവേണ്ടി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള വേറൊരു കാര്യമാണ് ബേസൽ നോംസ് എന്ന് പറയുന്നത്. ബേസൽ നോംസ്. ഈ വാട്ട് ഈസ് ബേസൽ നോംസ് നമുക്ക് നോക്കാം. BASEL ബേസൽ നോംസ്. ബേസൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി സ്വിറ്റ്സർലൻഡിലുള്ള ഒരു സിറ്റിയാണ്. അവിടെ വെച്ച് ഇത് ഫോം ചെയ്തത് കൊണ്ടാണ് ഇതിന് ഈ ബേസൽ നോംസ് എന്ന് വന്നിരിക്കുന്നത് കേട്ടോ. ബേസൽ എന്നുള്ള വാക്കിന് വേറെ മീനിങ് ഒന്നും ഇല്ല. അത് സ്വിറ്റ്സർലൻഡിലെ സിറ്റിയാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ബാങ്ക്സ് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്, BISന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് ബേസലിലുള്ളത്. BIS എന്ന് പറഞ്ഞാൽ എന്താ? ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്. അതായത് നമ്മുടെ എല്ലാ കൺട്രിയുടെയും സെൻട്രൽ ബാങ്കിന്റെ സെറ്റിൽമെന്റിന്, അവരുടെ ട്രാൻസാക്ഷൻസിന്റെ ഒക്കെ സെറ്റിൽമെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് എവിടെയാണ്? BIS എവിടെയാണ്? ബേസൽ എന്ന് പറയുന്ന സിറ്റിയിലാണ്, ഇൻ സ്വിറ്റ്സർലൻഡ്. Then Basel norms are set of norms for banks aimed at mitigating the risk and strengthening the capital structure. റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യുക, ക്യാപിറ്റൽ സ്ട്രക്ചർ സ്ട്രെങ്തൻ ചെയ്യുക, അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള നോംസിനെയാണ് പറയുന്നത് ബേസൽ നോംസ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് ബേസൽ നോംസ്? ബേസൽ നോംസ് ആർ സെറ്റ് ഓഫ് നോംസ് ഫോർ ബാങ്ക്സ് aimed at mitigating risk and strengthening capital structure. Okay, it was established in 1930 in Basel and it fosters cooperation among central banks of the world. കേട്ടോ, വേൾഡിലെ എല്ലാ നമ്മുടെ സെൻട്രൽ ബാങ്ക് RBI ആണ്. അതുപോലെ തന്നെ വേൾഡിലെ എല്ലാ കൺട്രിയുടെ സെൻട്രൽ ബാങ്ക്സിന്റെ ഒരു കോപ്പറേഷൻ അവരുടെ സെറ്റിൽമെന്റിന് വേണ്ടിയിട്ടുള്ളതാണ്. വിത്ത് എ കോമൺ ഗോൾ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് കോമൺ സ്റ്റാൻഡേർഡ് ഓഫ് ബാങ്കിങ് റെഗുലേഷൻസ്. ഇപ്പൊ ഗ്ലോബലൈസ് അപ്പൊ ആ സമയത്തൊക്കെ ഒരു കോമൺ സ്റ്റാൻഡേർഡ് ഓഫ് ബാങ്കിങ് പ്രാക്ടീസസ് വേണം. അപ്പൊ അതെല്ലാം സെറ്റിൽ ചെയ്യുന്നത് ഈ ബേസൽ BISലാണ്, ബേസൽ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ബേസൽ കമ്മിറ്റി ഉണ്ട്, ബേസൽ കമ്മിറ്റി ഫോർ ബാങ്കിങ് സൂപ്പർവിഷൻ. അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ട്, BCBS എന്ന് പറയും. അതൊരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ്. ബേസലില് ഈ സെറ്റിൽമെന്റിന് വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള by the central bank governors of group 10 countries കേട്ടോ, at the end of 1974. Currently, Basel Committee comprises of 45 members. ഈ ബേസൽ കമ്മിറ്റിയിൽ 45 countries ഉണ്ട്, 45 members ഉണ്ട് from 28 countries, consisting of central bank and authorities with formal responsibility for supervision of banking business. നമ്മുടെ റിസർവ് ബാങ്ക് ഇതിന്റെ ഒരു മെമ്പർ കൺട്രിയാണ്. അപ്പൊ ഇതില് മെമ്പർ ആയിട്ടുള്ള ബാങ്ക്സിനെല്ലാം അല്ലെങ്കിൽ മെമ്പർ കൺട്രീസിനെല്ലാം ഇതിന്റെ സർവീസസ് കിട്ടും. ഓക്കെ, അപ്പൊ ബേസൽ നോംസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായല്ലോ. ബേസൽ എന്ന് പറയുന്ന ആ സിറ്റി വെച്ചിട്ട് ഫോം ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ്. എന്തിനാണ്? മിറ്റിഗേറ്റിംഗ് ദി റിസ്ക് ആൻഡ് സ്ട്രെങ്തനിങ് ദി ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ദി ബാങ്ക്സ് ഓഫ് മെമ്പർ കൺട്രീസ് കേട്ടോ. നമ്മുടെയൊക്കെ ബാങ്ക്സിന്റെ ആ ഒരു സ്ട്രെങ്തനിങ്ങിന് വേണ്ടിയിട്ട്, അതിന്റെ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ള നോംസ് ആണ് ബേസൽ നോംസ് എന്ന് പറയുന്നത്. ഇനി ബേസൽ ബേസൽ അക്കോർഡ്സ് 3 സെറ്റ് ഓഫ് റെഗുലേഷൻസ് അവർ ഫോം ചെയ്തിരിക്കുന്നത്. ബേസൽ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. To ensure the financial institution have enough capital to meet obligations and absorb unexpected losses. ക്യാപിറ്റൽ ആഡിക്വസി ഒക്കെയാണ് ഇവരുടെ മെയിൻ തീം എന്ന് പറയുന്നത്. അപ്പൊ ബേസൽ 1 എന്താന്ന് നമുക്ക് നോക്കാം. ബേസൽ 1ല് ബേസൽ കമ്മിറ്റി ഓൺ ബാങ്കിങ് സൂപ്പർവിഷൻ ഇൻ 1988 പബ്ലിഷ്ഡ് എ സെറ്റ് ഓഫ് മിനിമം ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് ബേസൽ 1ല്. ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് ഒക്കെ നമ്മൾ നേരത്തെ കണ്ടു. ഒരു ബാങ്ക് കീപ്പ് ചെയ്യേണ്ട മിനിമം ക്യാപിറ്റൽ റിക്വയർമെന്റ്സ്.
അത് എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? വിച്ച് ഫോക്കസ്ഡ് മെയിൻലി ഓൺ ക്രെഡിറ്റ് റിസ്ക്, ഡീഫോൾട്ട് റിസ്കിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് ഫിക്സ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ക്രെഡിറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? റിസ്ക് ഓഫ് ഡീഫോൾട്ട് ഓൺ എ ഡെറ്റ്. അതായത് നമ്മളിപ്പോൾ അഡ്വാൻസ് കൊടുത്തിട്ട് തിരിച്ചടയ്ക്കാനായിട്ട് അവർ ഫെയിലിയർ വരുത്തുന്നു. അപ്പൊ അതിന്റെ ആ ഡീഫോൾട്ടിനെ ബേസ് ചെയ്തിട്ട് ഉള്ള റിസ്ക് ആണ് ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത്. അപ്പൊ ബേസൽ 1 എന്താ പറയുന്നത്? ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് ആണ് ഓൺ ദി ബേസിസ് ഓഫ് റിസ്ക് വെയിറ്റ്, ഓൺ ദി ബേസിസ് ഓഫ് ക്രെഡിറ്റ് റിസ്ക് വെയിറ്റ്. അപ്പൊ ബേസൽ 1 ബാങ്ക് അസറ്റ്സിനെ അവര് 5 കാറ്റഗറീസ് ആയിട്ട് തിരിച്ചുകൊണ്ട് റിസ്ക് അസൈൻ ചെയ്തിരിക്കുക. സ്റ്റാൻഡേർഡ് നമ്മൾ നേരത്തെ പഠിച്ച പോലെ സ്റ്റാൻഡേർഡ് റിസ്ക് ആണെങ്കിൽ 0%, സബ്സ്റ്റാൻഡേർഡ് 10, അങ്ങനെയുള്ള പോലെ 0% ഉണ്ട്, 10% ഉണ്ട്, 20%, 50% ആൻഡ് 100%. അതാണ് ബേസൽ 1 നോംസ് എന്ന് പറയുന്നത്. അപ്പൊ അക്കോർഡിംഗ് ടു ബേസൽ അക്കോർഡ്, the risk-based capital ratio can be measured as risk-based capital ratio is equal to capital divided by risk-adjusted assets. അപ്പൊ ഈ ബേസൽ 1 പറയുന്ന ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോയെ കുറിച്ചാണ് പറയുന്നത്. ബേസൽ 2 രണ്ടാമത്തെ അതിന്റെ മോഡിഫിക്കേഷൻ ആണ് ബേസൽ 2. അത് 2004 അതിനകത്ത് മിനിമം ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് ഒന്നുകൂടെ റിവൈസ് ചെയ്തു. സെക്കൻഡ് ഇന്റർനാഷണൽ ബാങ്കിങ് റെഗുലേറ്ററി എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ബേസൽ 1. ബേസൽ 2 അക്കോർഡ് മെഷേഴ്സ് ദി റിസ്ക് ബേസ്ഡ് ക്യാപിറ്റൽ റേഷ്യോ. നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്തു. നേരത്തെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ റിസ്ക് ബേസ്ഡ് ക്യാപിറ്റൽ റേഷ്യോ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ റിസ്ക് അഡ്ജസ്റ്റഡ് അസറ്റ്സ് മതിയായിരുന്നു. ബേസൽ 2 പറയുന്നത് റിസ്ക് ബേസ്ഡ് ക്യാപിറ്റൽ റേഷ്യോ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് റിസ്ക് പ്ലസ് മാർക്കറ്റ് റിസ്ക് പ്ലസ് ഓപ്പറേഷണൽ റിസ്ക്. അപ്പൊ ഈ ഫോർമുലയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ക്രെഡിറ്റ് റിസ്ക് മാത്രം പോരാ, എന്തുകൂടെ കണക്കാക്കണമെന്നാണ്? മാർക്കറ്റ് റിസ്കും ഓപ്പറേഷണൽ റിസ്ക് കൂടെ കണക്കാക്കണമെന്നാണ് ബേസൽ 2 പറയുന്നത് കേട്ടോ. 3 മെയിൻ പില്ലേഴ്സ് ഓഫ് ബേസൽ 2. ഇതിനകത്ത് 3 കാര്യങ്ങളാണ് പറയുന്നത് ബേസൽ 2. പില്ലർ 1 എന്ന് പറയുന്നത് മിനിമം ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് ആണ്. അതിന് എന്തൊക്കെ നോക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ക്രെഡിറ്റ് റിസ്ക് നോക്കണം, മാർക്കറ്റ് റിസ്കും ഓപ്പറേഷണൽ റിസ്ക് കൂടെ നോക്കണം. ക്രെഡിറ്റ് റിസ്ക്, മാർക്കറ്റ് റിസ്ക് ആൻഡ് ഓപ്പറേഷണൽ റിസ്ക്. മാർക്കറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ റൈസിംഗ് ഔട്ട് ഓഫ് volatility in the value of bank's investment portfolio. Banks are required to invest liquid assets such as cash, gold, government and other securities like statutory SLR എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇന്ത്യൻ ബാങ്ക്സിൽ നമുക്കറിയാം 25% of their net demand and term liability SLR requirements ഉണ്ട്. അപ്പൊ ആ റിക്വയർമെന്റ്സ് കൂടെ നോക്കിയിട്ട് വേണം, അതിനകത്ത് വരുന്ന വേരിയേഷൻസ് കൂടെ നോക്കിയിട്ട് വേണം, അതിന്റെ വാല്യൂയിൽ വ്യത്യാസം വരും. ഓപ്പറേഷണൽ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റിസ്ക് ഓഫ് ലോസ് റിസൾട്ടിംഗ് ഫ്രം ഇൻആഡിക്വേറ്റ് ഓർ ഫെയിൽഡ് ഇന്റേണൽ പ്രോസസ്. അതുകൊണ്ടുണ്ടാകും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ വന്ന ഫെയിലിയർ കൊണ്ടുണ്ടാകുന്ന റിസ്കിനെയാണ് പറയുന്നത് ഓപ്പറേഷണൽ റിസ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾ മിനിമം ക്യാപിറ്റൽ റിക്വയർമെന്റ്സിൽ കണക്കാക്കണമെന്നാണ് പറയുന്നത്. പില്ലർ 2 എന്ന് പറയുന്നത് സൂപ്പർവൈസറി റിവ്യൂ പ്രോസസ് ആണ്. അതായത് regulatory response ആണ്. It is basically intended to ensure that bank have adequate capital to support all the risk associated with their business. ഇപ്പൊ സൂപ്പർവൈസറി റിവ്യൂ പ്രോസസ് ആണ്, സൂപ്പർവൈസറി റിവ്യൂ ആൻഡ് ഇവാലുവേഷൻ പ്രോസസ് ആണ്, which is an independent review and evaluation to suggest prudent measures and supervisory actions whatever is needed. എന്തെല്ലാം സൂപ്പർവൈസറി ആക്ഷൻസും നമ്മൾ ലോൺ കൊടുക്കുന്നതിന് മുമ്പും അത് കഴിഞ്ഞിട്ടും നമ്മൾ ഫോളോ ചെയ്യേണ്ട സൂപ്പർവൈസറി ആക്ഷൻസ് ആണ് ഇതിനകത്ത് പറയുന്നത്, സൂപ്പർവൈസറി റിവ്യൂ പ്രോസസ്. ദെൻ പില്ലർ 3 എന്ന് പറയുന്നത്
പില്ലർ 3 എന്ന് പറയുന്നത് ഏതാണ്? മാർക്കറ്റ് ഡിസിപ്ലിൻ ആണ്. ഇത് മറ്റ് ഫസ്റ്റ് പില്ലറിന്റെ സെക്കൻഡ് പില്ലറിന്റെ കൂടെ വരുന്ന ഒന്നാണ്. ഇത് സെറ്റ് ഓഫ് ഡിസ്ക്ലോഷർ റിക്വയർമെന്റ്സ് ആണ്. അതായത് ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ക്യാപിറ്റൽ ആഡിക്വസിയെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഡിസ്ക്ലോഷേഴ്സ് ആണ് മാർക്കറ്റ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 പില്ലേഴ്സ് കൂടുന്നതാണ് ബേസൽ 2 എന്ന് പറയുന്നത്. ഓക്കെ, ഈ 3 കാര്യങ്ങൾ, അതായത് ക്യാപിറ്റൽ ആഡിക്വസി ആണ് മെയിൻ. അതിന് ഈ പറയുന്ന 3 പില്ലേഴ്സും അതിനെ കോംപ്ലിമെന്റ് ചെയ്യാണ്. അതിന്റെ കൂട്ടത്തിൽ ഇതെല്ലാം കൂടെ വരണമെന്നാണ് പറയുന്നത് ബേസൽ 2-ൽ. ഇനി ബേസൽ 3 ഉണ്ട്. അത് 2008-ലാണ്. ബേസൽ 2 എന്നായിരുന്നു 2004-ലായിരുന്നു. ബേസൽ 1 എന്ന അത് 1988-ലായിരുന്നു. ഇതിപ്പോ ബേസൽ 3 ആണ് 2008-ല്. ദി ക്രൈസിസ് ഇൻ US ബാങ്കിങ് സെക്ടർ വി ക്യാൻ ഹാവ് ത്രൂ ഔട്ട് ദി വേൾഡ്. US ബാങ്കിങ് സെക്ടറിൽ വന്ന ആ ഒരു ക്രൈസിസ് ആണ് തേർഡിലോട്ട് കൊണ്ടുവരാനായിട്ട് കാര്യം. അപ്പം ഇതിനകത്ത് ബേസ് സെറ്റ് ഓഫ് റെക്കോർഡ് ത്രൂ ഔട്ട് ദി വേൾഡ് നീഡ് ടു അപ്ഡേറ്റ് ദി ബേസൽ നോംസ്. നമ്മൾ കഴിഞ്ഞ ബേസൽ നോംസ് എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നു. അണ്ടിൽ ബേസൽ 3, ഈ ബേസൽ 3ക്ക് മുമ്പ് വരെ നമ്മൾ ക്യാപിറ്റൽ ആഡിക്വസിയിൽ എന്തൊക്കെയായിരുന്നു കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്? ക്രെഡിറ്റ് റിസ്ക്, മാർക്കറ്റ് റിസ്ക് ആൻഡ് ഓപ്പറേഷണൽ റിസ്ക് ആയിരുന്നു. പക്ഷെ ബേസൽ 3-ൽ ഒരു റിസ്ക് കൂടെ കൊണ്ടുവരുവാണ്, ലിക്വിഡിറ്റി റിസ്ക്. അപ്പൊ ഇതിനകത്ത് 4 റിസ്ക് കവർ ചെയ്യുന്നുണ്ട്. ലിക്വിഡിറ്റി റിസ്ക് arises when bank fails to meet the short-term obligations. And Basel 3 actually release ചെയ്തത് 2010-ലാണ്. And it is a continuation of effort initiated by BCBS to enhance the banking regulatory framework under Basel 1 and 2. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇത് വരുന്നത്. ഇതിനകത്ത് കുറെ സെറ്റ് ഓഫ് റീഫോംസ് റിലീസ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ടു സ്ട്രെങ്തൻ ദി ബാങ്കിങ് സെക്ടർ ഓഫ് കൺട്രീസ്. ഇതിന്റെ എയിം എന്ന് പറയുന്നത് ഇംപ്രൂവ് ദി എബിലിറ്റി ഓഫ് ബാങ്ക് ടു അബ്സോർബ് ഷോക്സ് അറൈസിംഗ് ഫ്രം ഫിനാൻഷ്യൽ ആൻഡ് എക്കണോമിക് സ്ട്രെസ്. എന്തെങ്കിലും ഒരു പ്രശ്നം, ഇപ്പോൾ ഒരു ഭയങ്കരമായിട്ട് ഒരു ഫ്രോഡ് കമ്മിറ്റ് ചെയ്ത് ഒരു ബാങ്കിൽ വന്നപ്പോഴത്തേക്ക് അതിന്റെ ഷോക്കിൽ ബാങ്ക് അങ്ങ് കൊളാപ്സ്ഡ് ആയി പോവാതെ പിടിച്ചു നിൽക്കാനായിട്ടുള്ള ടു അബ്സോർബ് ഷോക്ക് അറൈസിംഗ് ഫ്രം ഷോക്ക് അബ്സോർവേഷൻ, സ്റ്റോക്ക് അബ്സോർബ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി, സ്റ്റോക്ക് അബ്സോർവേഷൻ കപ്പാസിറ്റി അവർക്ക് കിട്ടണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് സ്റ്റോക്ക്. രണ്ടാമത്തേതാണ് ഇംപ്രൂവ് റിസ്ക് മാനേജ്മെന്റ് ആൻഡ് ഗവേണൻസ്. അപ്പൊ ഫസ്റ്റ് എന്തായിരുന്നു? ഇംപ്രൂവ് ദി എബിലിറ്റി ഓഫ് ദി ബാങ്ക് ടു അബ്സോർബ് ഷോക്സ് അറൈസിംഗ് ഫ്രം ഫിനാൻഷ്യൽ ക്രൈസിസ്. സെക്കൻഡ് വൺ ടു ഇംപ്രൂവ് റിസ്ക് മാനേജ്മെന്റ് ആൻഡ് ഗവേണൻസ്. റിസ്ക് മാനേജ്മെന്റും അതിനുള്ള കപ്പാസിറ്റി ബാങ്ക് അറ്റൻഡ് ചെയ്യണം. സ്ട്രെങ്തൻ ബാങ്ക്സ് ട്രാൻസ്പെറൻസി ആൻഡ് ഡിസ്ക്ലോഷേഴ്സും. ബാങ്ക് ടൈം ടു ടൈം അവരുടെ ഡോക്യുമെന്റ്സും അവരുടെ ക്യാപിറ്റൽ അഡിക്വസിയും